ഒരു മിനിറ്റ്, സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? നടന്നു വന്നു. സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൻ എടുത്ത് എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്, ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ, പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണേ? ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട്. സായി എന്റെ കോമാളത്തിൽ ഏതാ നിന്റെ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? കേട്ട് പഠിക്കണം എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. ഇന്നുമായിനെ തെരിയില്ല. മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല. റീച്ച് ചെയ്തിട്ട് 3 കാര്യങ്ങൾക്കാണ്. 1 കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട്. എനിക്ക് പ്രശ്നം സാറിന് എത്രയോ വൾഗറായിട്ട് സാറെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നാട്ടിലെ എക്സ്പീരിയൻസ് അല്ല. ആ രീതിയിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.